വിഷുവൊക്കെ ആയിട്ട് നിങ്ങളിന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാനിവിടെ പുളിശ്ശേരി ആട്ടോ. വെറും പുളിശ്ശേരിയല്ല, പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും കൂടിയിട്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൽ നിന്ന് കുറച്ച് കുറച്ച് ഭാഗം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പുളിശ്ശേരിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാനും പിന്നെ നല്ല രീതിക്ക് ആ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് പുളിശ്ശേരിയിൽ നല്ല രീതിക്ക് കാണും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ. അടുത്തതായി ഇതിലേക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കി എടുത്താലോ. കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ, തരിയൊന്നും പാടില്ല. ഈ ഒരു പരുവത്തിൽ. അടുത്തതായി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളും പച്ചമുളകും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ല രീതിക്കൊന്ന് പൈനാപ്പിളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അരച്ച മിക്സും നമ്മുടെ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മധുരത്തിനായി 2 തുണ്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. അത് കഴിഞ്ഞ് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം. കുറച്ച് ഓയിലും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് മുളക് പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.